എക്സൈസിൽ മിനിസ്റ്റീരിയൽ ജീവനക്കാരെ നിയമിക്കണമെന്ന ആവശ്യം സംസ്ഥാന സർക്കാർ തള്ളി. സാമ്പത്തിക പ്രതിസന്ധി ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഈ ആവശ്യം തള്ളിയത്. 244 പുതിയ തസ്തികകൾ അനുവദിക്കാൻ കഴിയുന്ന സാമ്പത്തികാവസ്ഥയിലല്ലെന്ന് സർക്കാർ വ്യക്തമാക്കുന്നുണ്ട്. ഉത്തരവിന്റെ പകർപ്പ് ജനം ടിവിക്ക് ലഭിച്ചു. സംസ്ഥാനത്തെ അപ്രഖ്യാപിത നിയമന നിരോധനം കൂടിയാണ് ഇതിലൂടെ തെളിയുന്നത്. വിവരങ്ങൾ നൽകാൻ ശാലിനി ചേരുന്നുണ്ട്. ശാലിനി, അപ്രഖ്യാപിത നിയമന നിരോധനം മറ്റു ആഡംബരങ്ങൾക്കും ധൂർത്തിനുമെല്ലാം ചെലവാക്കാൻ തുകയുണ്ട്. പക്ഷേ ആവശ്യമായ തസ്തികകൾ നികത്താനുള്ള ഒഴിവുകൾ നികത്താനുള്ള തീരുമാനമെടുക്കാൻ സാധിക്കുന്നില്ല. അതല്ലേ മനസ്സിലാക്കേണ്ടത്? ലക്ഷ്മി, തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ്. അപ്രഖ്യാപിത നിയമന വിലക്ക് തന്നെ സംസ്ഥാനത്ത് നടക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഈ ഉത്തരവിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ആർഭാടവും ധൂർത്തും ഒപ്പം തന്നെ പിൻവാതിൽ നിയമനവും നടത്താൻ സർക്കാരിന്റെ ഖജനാവിൽ പണമുണ്ട്. പക്ഷെ ആവശ്യത്തിന് ജീവനക്കാരെ നിയമിക്കാൻ സർക്കാർ ഖജനാവിൽ പണമില്ല എന്ന് അവർ തന്നെ വ്യക്തമാക്കുന്നതാണ് ഈ ഉത്തരവ് എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഋഷിരാജ് സിംഗ് എക്സൈസ് വകുപ്പിന്റെ കമ്മീഷണർ ആയിരിക്കുന്ന സമയത്താണ് ഇത്തരത്തിൽ എക്സൈസിൽ മിനിസ്റ്റീരിയൽ ജീവനക്കാരെ നിയമിക്കണമെന്നൊരു ശുപാർശ അദ്ദേഹം മുന്നോട്ട് വെക്കുകയും ചെയ്തിട്ടുള്ളത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടി ആവശ്യം 2013-ലും 2018-ലും ഉദ്യോഗസ്ഥ ഭരണപരിഷ്കാര വകുപ്പും ഇതേ ആവശ്യം മുന്നോട്ട് കൊണ്ടുവരികയും ചെയ്തിരുന്നു. പക്ഷേ സർക്കാർ അന്ന് മുതൽ ഇതിനെ എതിർക്കുന്ന ഒരു സമീപനമായിരുന്നു സ്വീകരിച്ചിരുന്നതും. പിന്നീട് ഈ നിയമനമടക്കമുള്ള കാര്യങ്ങൾ ട്രൈബ്യൂണലിലടക്കം എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ട്രൈബ്യൂണലിൽ ഇതിൽ സർക്കാരിന്റെ വാദം അവർക്ക് പറയേണ്ടതായിട്ടൊരു സാഹചര്യം കൂടി വരികയും ചെയ്തു. ഇതിനിടയിലാണ് സർക്കാർ ഈ വിഷയത്തിൽ ചില കാര്യങ്ങൾ വെട്ടിലാകുന്ന സാഹചര്യത്തിൽ ചില കാര്യങ്ങൾ ട്രിബ്യൂണലിനെ അറിയിക്കുകയും ചെയ്തത്. റിപ്പോർട്ടിലെ ശുപാർശകൾ പ്രകാരം ഇത് നടപ്പാക്കാനാകില്ല എന്നുള്ളതാണ് സർക്കാർ ട്രിബ്യൂണലിനെ അറിയിച്ചിരുന്നത്. ഇതിൽ മറുപടി നൽകുന്നത് നീട്ടിക്കൊണ്ടു പോകാൻ നിൽക്കുകയാണെങ്കിൽ അതൊരു കോടതി അലക്ഷ്യമാകും എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുമെന്നിരിക്കെയാണ് ഇത്തരത്തിലൊരു ഉത്തരവ് കൂടി ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് വരുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഇതിൽ പ്രധാനമായും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് 244 ജീവനക്കാർ, അത് 244 തസ്തികകൾ സൃഷ്ടിച്ച് അവിടെ നിയമനം നടത്താൻ സർക്കാരിന് നിലവിലെ സാഹചര്യത്തിൽ കഴിയില്ല. സാമ്പത്തിക പ്രതിസന്ധി അടക്കം ഉണ്ട് എന്നാണ് ഇതിലൂടെ അവർ ചൂണ്ടിക്കാട്ടുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും സംസ്ഥാന സർക്കാരിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഈ ആർഭാടത്തിലും ധൂർത്തിലും അടക്കം നിൽക്കുമ്പോഴാണ് ആവശ്യത്തിന് ജീവനക്കാർ, ജോലി ചെയ്യേണ്ട ജീവനക്കാരെ നിയമനം നടത്താതെ സർക്കാരിന്റെ ഇത്തരത്തിലുള്ള നടപടി എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. നിലവിലെ സാമ്പത്തിക സ്ഥിതിയിൽ ഇതിനായി 244 തസ്തികകൾ സൃഷ്ടിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് സർക്കാർ വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ ഇത് ചൂണ്ടിക്കാട്ടി പ്രധാനമായും തള്ളിയിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വകുപ്പിലെ നിയമനങ്ങളാണ് എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഇത്തരത്തിൽ യൂണിഫോം ഇടാതെ ജീവനക്കാരെ ഇത്തരത്തിലുള്ള നിയമനത്തിലൂടെ ജോലിയിലേക്ക് എടുക്കാനോ അല്ലെങ്കിൽ അത്തരത്തിലൊരു നിയമനം നടത്താനോ തങ്ങൾക്കാകില്ല എന്നുള്ളതാണ് അവർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ സംസ്ഥാന സർക്കാരിനെതിരെ ഉയരുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളടക്കം ഈ ലോക കേരള സഭ അടക്കം നടത്താനായി കോടികൾ വകമാറ്റുമ്പോഴാണ് ഇത്തരത്തിൽ ആവശ്യത്തിന് ജീവനക്കാരെ നിയമിക്കാതെ ഇത്തരത്തിലുള്ള സർക്കാരിന്റെ ഇരട്ടത്താപ്പ് എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ലക്ഷ്മി. Yes.